സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. പെഹൽഗാം ആക്രമണത്തിൽ നിലപാട് സ്വീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി. വ്യാജ പ്രചാരണം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നും പ്രസ്താവന തിരുത്തി എം വി ഗോവിന്ദൻ മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. മുഹമ്മദ് അസ്ലം ചേരുന്ന വിശദാംശങ്ങളുമായി. അസ്ലം, ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഇത് എങ്ങനെയാണ് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുക? എന്തൊക്കെയാണ് നോട്ടീസ് പറയുന്നത്? തെരഞ്ഞെടുപ്പുമായി എത്രത്തോളം ബന്ധപ്പെടും എന്നറിയില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് ഒരു അജണ്ട എന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം വിവാദമാക്കുന്നതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു പ്രസ്താവന CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തുന്നത്. അത് പഹൽഗാം ആക്രമണത്തെ അപലപിക്കാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിലപാടെടുക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഇന്ന് രാവിലെ എം വി ഗോവിന്ദൻ പറഞ്ഞത്. അത് വസ്തുതാവിരുദ്ധമായിരുന്നു. കാരണം ഏപ്രിൽ 22 സംഭവം നടക്കുമ്പോൾ 23 തന്നെ ജമാഅത്ത് അഖിലേന്ത്യാ അമീറിൻ്റെതായ അപലപനീയ പ്രസ്താവന വന്നിരുന്നു. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി മെയ് 3 വിശദമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും അത് പരിഗണിക്കാതെ തികച്ചും വ്യാജമായ ഒരു പ്രസ്താവന നടത്തി അങ്ങനെ ഗുരുതരമായ രീതിയിലൊരു ഒരു നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്, വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ പ്രസ്താവന തിരുത്തി പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ അപകീർത്തിക്ക് 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ മുഖേന നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം പ്രസ്താവനകൾ നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എം വി ഗോവിന്ദൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്ന് പറയുന്നു. ഒരു മുസ്ലിം സംഘടനയെ ദേശവിരുദ്ധരും അപകടകാരികളുമായി ചിത്രീകരിച്ച് ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും വളർത്താനാണ് എം വി ഗോവിന്ദന്റെ ശ്രമമെന്നും ഈ പ്രസ്താവനയിൽ ഈ ഒരു നോട്ടീസിൽ, വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച സംഭവത്തിൽ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ അയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അപകീർത്തി 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപകീർത്തി നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.